അല്ലെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനത്തെ കപ്പ് വേണ്ട. ഇത് പണ്ട് മറ്റേ ശ്രീനിവാസനും മോഹൻലാലും കൂടെ പറഞ്ഞൊരിതുണ്ടല്ലോ, ഞങ്ങൾക്ക് ഈ കമ്പനിയിലെ ജോലി വേണ്ട എന്ന് പറയുന്നവരെ, ഞങ്ങൾക്ക് ഇങ്ങനത്തെ കപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്ക. നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ ടീം പേരുകേട്ട ടീമാണ്, കിടുക്കൻ പ്ലേയേഴ്സും ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ICCയുടെ മെയിൻ ഇവന്റ്സ് വരുമ്പോഴത്തേക്കും അവിടെ എപ്പോഴും ഒരു ഭാഗ്യമില്ലായ്മയാണ് കാണുന്നത്. ബാക്കി ടൂർണമെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും കത്തി നിൽക്കുന്ന എന്തുമാത്രം നല്ല കിടുക്കൻ പ്ലേയേഴ്സ് ഉള്ള ടീമാണ്. പക്ഷെ അന്നും ഇന്നും ഞങ്ങൾക്ക് ഇങ്ങനത്തെ കപ്പൊന്നും വേണ്ട, വേൾഡ് കപ്പും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ബൗമ ഉണ്ടായിരുന്ന സമയത്ത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടി, അതാണ് ഏക ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അവർക്ക് ഇങ്ങനത്തെ ടൂർണമെന്റുകളിലെല്ലാം അവസാന നിമിഷം കാലിടണം. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിലാണ്, T20 വേൾഡ് കപ്പിലാണെങ്കിൽ പോലും ഇന്ത്യയുമായിട്ട് നടന്ന മത്സരം ഫൈനലിൽ കളിച്ചത് ഓർക്കുന്നില്ലേ എല്ലാവരും? എന്ത് ഭാഗ്യക്കേടാണ്, അവസാന നിമിഷമല്ലേ അവർ പോയത്, കയ്യിൽ നിന്ന് പോയത് കപ്പ്. ഇത് തന്നെയാണ് സ്ഥിരം സംഭവിക്കുന്നത്. ഇന്നിപ്പോ ന്യൂസിലൻഡുമായിട്ട് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക. പേരുകേട്ട ബാറ്റ്സ്മാൻമാരെല്ലാം ഒന്നൊന്നായിട്ട് വന്നതും പോയതും ഒന്നും അറിഞ്ഞില്ല. അതായത് ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്, അവർക്ക് നന്നായിട്ട് കളിക്കാനും പറ്റും, നല്ല സ്കോർ ഉയർത്താനും പറ്റും. അവസാനം അടിക്കേണ്ടി വന്നതോ മാർക്കോ യാൻസൺ എന്ന് പറയുന്ന നമ്മുടെ പുള്ളി ബോളറായിട്ടായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷെ പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്നുണ്ട്. മിഡിൽ റേഞ്ചിൽ 6-ാമത് 7-ാമതൊക്കെ വന്നിട്ട് അടിക്കുന്ന അടി കൊള്ളാം. പുള്ളിയും കൂടെ അടിച്ചില്ലായിരുന്ന തീർന്നതന്നെ. 169 റൺസ് എന്ന മാന്യമായ സ്കോറിലെത്തി. തിരിച്ച് ഇതുപോലെ തന്നെ തീപ്പൊരി ബോളേഴ്സ് ഉള്ള ഒരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. എന്താണ് സംഭവിക്കുന്നത്? അടിച്ച് ദൂരെ കളഞ്ഞില്ലേ. ഫിന്നലൻ 100 റൺസ് അടിച്ചു, 8 സിക്സും. അതുപോലെ തന്നെ എന്താ പറയാ, എല്ലാം കൊണ്ടും ഒരു തീപ്പൊരി പ്രകടനം ഫിന്നലൻ നടത്തി. ടിം സീഫർട്ടും ഫിന്നലനും കൂടെ കയറി അത്യുഗ്രമായിട്ടുള്ള ഒരു പ്രകടനമാണ് നടത്തിയത്. എന്തായാലും അവരുടെ ബോളേഴ്സിനെ എല്ലാം അടിച്ച് നിലംപരിശാക്കിയ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ എന്തായാലും ന്യൂസിലൻഡ് ഫൈനലിൽ കയറിയിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയോട് എന്താ അല്ലേ, നമുക്ക് ഒരു വിഷമമൊക്കെ തോന്നും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ബാഡ് ലക്ക് എപ്പോഴും അവരെ ഫോളോ ചെയ്യുന്നു. എന്തായാലും ന്യൂസിലൻഡുമായിട്ട് ആരാണ് ഫൈനൽ മത്സരിക്കുന്നതെന്ന് നാളെ അറിയാം. ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരം കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യ ജയിക്കണം എന്നുള്ളതാണ്. ബാക്കി നാളെ അറിയാം. ബൈ.